സെറ്റ്. അയ്യോ എൻ്റെ മോനെ. ഈ വഴി ഇത് അങ്ങ് കിടപ്പുണ്ട് കേട്ടോ. പെട്ടില്ല. ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ രാവിലത്തെ ഒരു ആംബിയൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ രാവിലെ തന്നെ ഒരു ട്രിപ്പ് ഇറങ്ങിയേക്കുവാന്ന്. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 6 മണിയായിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും കുറച്ച് ദിവസമായിട്ട് ഇവന് രാവിലെ പോക്ക് ഇച്ചിരി കൂടുതലാണല്ലോ എന്ന്. പക്ഷെ ഇന്ന് ഒരു സോളോ റൈഡ് അല്ല, നമ്മുടെ കൂടത്തിൽ ഒരാളും കൂടെ ഉണ്ട്. നമ്മുടെ RC ഉണ്ട്, വിനീത്. എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്പോട്ട് ഉണ്ട് കവർ ചെയ്യാനായിട്ട്. അതായത് ഒന്ന് ഉളുപ്പുണ്ണി കയറണമെന്നുണ്ട്, അതായത് മൂലമറ്റത്തുനിന്ന് ഉളുപ്പുണ്ണിക്ക് കയറണമെന്നുണ്ട്. പിന്നെ അവിടുന്ന് നേരെ കോട്ടമല വഴി പോകണമെന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു 2 റൂട്ടാണ് ഇന്നത്തെ നമ്മുടെ പ്ലാന്. ശരിക്കും പറഞ്ഞാൽ രാവിലെ 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എങ്ങനെയാണെന്നറിയത്തില്ല ഇത്രയും താമസിച്ചത്. എന്തായാലും ഒരു 7:30 ആകുമ്പോൾ മൂലമറ്റ ചെല്ലണമെന്നാണ് ആഗ്രഹം. ചെന്നാൽ മതിയായിരുന്നു. കുളമാവ് ഫോറസ്റ്റിൻ്റെ അകത്തൂടെയാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ വെച്ച് ആനേനെ കാണാൻ പറ്റും. ഇവിടെ ഒക്കെ നോക്കി എന്ത് രസമല്ലേ, ഫുള്ള് കാട്. ആഹാ, എന്റെ പൊന്നെ, വരുന്ന വഴിക്ക് ഇപ്പൊ ഒരു കോമഡി സംഭവം ഉണ്ടായി കേട്ടോ. ഞാനാണെങ്കിൽ പീസിന്റെ വരുവാ. ഞാൻ ഒന്ന് സൈഡിലേക്കൊക്കെ നോക്കി, മിററിലൊക്കെ ഒന്ന് നോക്കി അവൻ വരുന്നുണ്ടോന്നൊക്കെ നോക്കിയിട്ട് നേരെ നോക്കിയപ്പോ ഒരു കമ്പ് നോക്കി കിടക്കുമായിരുന്നു. എന്റെ ഒരു എന്നാ വലിപ്പമായിരുന്നെന്തോ അതിന്. കറക്റ്റ് എന്റെ തലക്കെട്ട് കിട്ടണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇങ്ങനെ തല ഒറ്റ വെട്ടിയിൽ വെട്ടിച്ചു. ഈ ഷോൾഡർ തീർത്താ കേട്ടോ അത് കിട്ടിയത്. ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഈ പെടല് തീർത്താണ് കിട്ടിയത്. വലിയ വേദനയില്ല. ഈ ബാഗൊക്കെ ഇട്ടേക്കുന്നോണ്ടും ഈ ഇതൊക്കെ ഇട്ടേക്കുന്നോണ്ടാന്ന് തോന്നുന്നു. കറക്റ്റ് അതിന്റെ മണ്ടയെ കൂടെ കിട്ടിയോണ്ട് വലിയ സീനില്ല. എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് കേട്ടോ അത് കിട്ടിയത്. എന്റെ ഒരു കാര്യം. ഇവിടെ നിന്ന് ഇനിയിപ്പോ റോഡ് പണിയുമാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറെ ഭാഗം പോയി കിടക്കുമായിരുന്നു. കണ്ടില്ല, നല്ല ഫുൾ ഇതൊക്കെ ഇട്ട്. ആഹാ, വണ്ടി നല്ല രസമുണ്ട് കേട്ടോ ഇതിന്റെ അതോടെ പോവാൻ. അയ്യോ, വണ്ടി ഇങ്ങനെ പുറകുവശ. നിരങ്ങി. ഒന്നാമത് എന്താ പറയുന്നത്, മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാം. അതുകൊണ്ട് റോഡൊക്കെ അത്യാവശ്യം നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് വളമൊക്കെ ആണെങ്കിലും നമ്മൾ കോർണർ എടുക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തന്നെ പോകുന്ന ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ വണ്ടി ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു സെറ്റപ്പാണ്. ചുരുളി സിനിമയുടെ ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്ന വഴി ഇതിന്റെ തൊട്ടപ്പുറത്തായിരുന്നു കേട്ടോ. അത് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ ക്യാമറ ഓണാക്കി വന്നപ്പോഴേക്ക് അത് കഴിഞ്ഞു പോയി. അപ്പോൾ അതിന്റെ ഒരു ലിങ്ക് ഞാൻ ജസ്റ്റ് താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കയറി കണ്ടു നോക്കുക. നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ ഷാപ്പൊക്കെ ഇരുന്നിടവില്ല, ആ ഒരു സ്ഥലമൊക്കെ നമ്മൾ പോയായിരുന്നു. കിട്ടില്ല സ്ഥലമാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. കുളമാവ് ഡാമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങ് പോകുന്നു. ഈ ഒരു റോഡ് എന്ന് പറയുന്നത് ഇനിയിപ്പോ ഫുള്ള് ഹെയർ പിൻ ബെൻസ് ആണ്. അവന്റെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. സമയം എന്ന് പറയുന്നത് 7:30 ആവാറായിട്ടുണ്ട്. ടോട്ടലി 12 ഹെയർ പിൻ ബെൻസ് ആണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഇത് 3ാമത്തെ ഹെയർ പിൻ ബെൻഡ് ആണ്. 7ാമത്തെ ഹെയർ പിൻ ബെൻഡ് ആണ്. ലാസ്റ്റത്തെ ഹെയർ പിൻ ബെൻഡ് ആണ് 12ാമത്തെ. ഇത് നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അറക്കുളം ചെന്നിട്ട് ലെഫ്റ്റാണ് മൂലമറ്റം. ഇതിൻ്റെ അത് കുറച്ച് ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എനിക്ക് വഴി അറിയത്തില്ല. ഇവിടെയുള്ള 2-3 കൂട്ടുകാരോട് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ കുറച്ച് റൂട്ട്സ് പറഞ്ഞു തന്നു. ആദ്യം പോകുന്നതുകൊണ്ട് തന്നെ വഴി കറക്റ്റ് അറിയാൻ പാടില്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്കും കുറച്ചുകൂടെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉളുപ്പുണ്ണിക്ക് പോകുന്നത്, അല്ലെ ആ ഒരു ഏരിയയ്ക്ക് പോകുന്നത്. അറക്കുളം എത്തിയിട്ടുണ്ട്. മൂലമറ്റ 3.5 കിലോമീറ്റർ. ഇവിടുന്ന് ലെഫ്റ്റ് റൈറ്റ് കിടക്കുന്ന തൊടുപുഴ റൂട്ടാണ്. മൂലമറ്റം എത്തിയിട്ടുണ്ട്. സമയം എന്ന് പറയുന്നത് 7:34 ആയിട്ടുണ്ട്. നമുക്ക് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് KSRTC ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് റൈറ്റ് പോകണമെന്നാണ് പറഞ്ഞത്. പെറ്റാർക്കെന്ന് എഴുതിയേക്കുന്നുണ്ടോ. ഇവിടുന്ന് ഈ ഒരു ലെഫ്റ്റ് കയറണം. അവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് വരുമ്പം ലെഫ്റ്റ് തന്നെ ആയിരിക്കും. അയ്യോ കറക്റ്റ് ഓർക്കുന്നില്ലല്ലോ. ഇത് KSCBയുടെ കോട്ടേഴ്സ് എങ്ങാണ്ടാന്ന് തോന്നുന്നു. അയ്യോ, ഇവിടെ ഇഷ്ടംപോലെ വഴിയുണ്ടല്ലോ. ഇതിപ്പോൾ ഏതിലെ എങ്ങോട്ടാന്ന് ആർക്കറിയാം. നമുക്കെന്തായാലും ഇതിലെ കുറച്ച് അപ്പുറം വരെ പോയി നോക്കാം. ഇവിടെ ബോർഡുണ്ട്. ആ ബോർഡ് ഫോളോ ചെയ്ത് തന്നെ നിങ്ങളിങ്ങ് പോന്നാൽ മതി. ഇതെന്താ ഇത്, ട്രാൻസ്ഫോമറോ? കൊള്ളാല്ലേ സംഭവം, കൊള്ളാം. ഇവിടെ ഇങ്ങനെ ഒരു ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, KSCB പെറ്റാർക്ക് പവർ എഞ്ചിനീയേഴ്സ്. അവിടെ നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. ലെഫ്റ്റ് കയറി ഇങ്ങനെ വരുമ്പം ഇവിടുന്ന് റൈറ്റ്. ഓക്കെ, ഇവിടെ വരുമ്പോൾ ഒരു ഡീവിയേഷൻ ഉണ്ട്. ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്.
ഇവിടെ വന്നപ്പോഴേക്കും ചെറിയതായിട്ട് റോഡ് ഒരു ഓഫ് റോഡൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചെങ്ങാണ്ടേ ഉള്ളൂ, കണ്ടില്ലേ, ഇത്രയും ഭാഗമേ ഉള്ളൂ. ഒരു രസമല്ലേ. വീണ്ടും ഇവിടെ വന്നപ്പോഴേക്കും കുറച്ചുകൂടെ ടാസ്ക് ഉണ്ട്. ഇതെന്താണ് ഇവർ ഇത്രയും ഭാഗം മാത്രം ചെയ്യാതിട്ടേക്കുന്നേ? ഏതോ വണ്ടിയൊക്കെ കറങ്ങി 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 കയറി പോയിട്ടുണ്ട്. ഏയ് കൊള്ളാം കൊള്ളാം. ഈ ഒരു റോഡ് എന്ത് ഇടയാന്നറിയാവോ കോൺക്രീറ്റ് ചെയ്തേക്കുന്നേ. ഇവിടുന്ന് ഇപ്പൊ എങ്ങോട്ടാ? റൈറ്റ് ആയിരിക്കുമല്ലേ? ഓ എൻ്റെ മോനെ, കിടിലം വ്യൂ കേട്ടോ, സെറ്റ്. ആ ഒരു സൈഡിലത്തെ വ്യൂ ഉണ്ടല്ലോ എൻ്റെ മോനെ, ചുമ്മാ വിഷയം വ്യൂ കേട്ടോ. നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും നിർത്താൻ പറ്റുമെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ നിർത്താനുള്ളൊരു മൈൻഡ് തോന്നുന്നില്ല. ഈ സൈഡിലൊക്കെ തേയിലത്തോട്ടമാണ്. ഓ എൻ്റെ മോനെ, തൂയ്ക്ക് അയ്യോ, ആ കാണുന്ന തേയിലത്തോട്ടമാണ്. അതൊക്കെ ഏതൊക്കെയോ ഭാഗങ്ങളാണ്. ഈ ഒരു മലയൊക്കെ നോക്കി ചുമ്മാ വിഷയം. അവനും വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വഴി കിടപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ എവിടെ പോകുന്നതാണോ ആവോ. നമുക്കെല്ലാം തന്നെ നേരെയാണ് പോകേണ്ടത്. അപ്പം കം ഓൺ, ലെറ്റ്സ് ഗോ ബേബി. ആ ഇതിലേ ഒരു വഴി കിടപ്പുണ്ടല്ലോ. ആ വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വഴിയാണ് നമുക്ക് മണ്ടയിലേക്ക് കയറി പോകേണ്ടത്. അപ്പോൾ നമുക്കത് ഈ ഒരു വഴിയാണ് കയറേണ്ടത്. അപ്പോൾ ഓക്കെ, സമയം കളയുന്നില്ല. ഓ ഓ സെറ്റ് സെറ്റ്. ആ ഒരു ഫ്ലോയിലങ്ങ് കയറി പോയാൽ മതി, വേറെ സീനൊന്നുമില്ല. അയ്യോ, അവനും കൂടെ വരട്ടെ. വ്യൂ ഒരു രക്ഷയില്ല, സെറ്റ്. എൻ്റെ മോനെ, അവനെന്താ കയറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേ പോകാം കേട്ടോ. ശരിക്കും ടയർ പിടിക്കുന്നേ ഇല്ല. RCയുടെ ആണെങ്കിൽ ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ. എൻ്റെ മോനെ, നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഹീയോ, കിടിലൻ ആംബിയൻസ്. RC അവിടെ പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ടയർ ഒട്ടും പിടിക്കുന്നില്ല. അത് കാരണം മിഷലിൻ്റെ നമ്മുടെ അത് റോഡ് ടയറാണ്. അപ്പം അതും കൂടെ പോയി ജസ്റ്റ് കയറ്റിയിട്ട് വരാം. ഇല്ല, കയറി വരുന്നുണ്ട് കേട്ടോ. അതെ, RCയും കയറി വന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു വഴിയൊക്കെ ചുമ്മാ അപ്പുറം വരെയൊക്കെ ഒന്ന് പോയി നോക്കണം. ഓ ഇത്രയും സെറ്റപ്പ്, എൻ്റെ പോലെ ഞാൻ ഇത്രയും പ്രതീക്ഷയൊന്നുമില്ല. സീൻ. അയ്യോ, നല്ല രസമില്ലേ ഈ മലയൊക്കെ കാണാനായിട്ട്. നമുക്കിനി നൈസിന് അവിടെയും കൂടെ വരെ പോയിട്ട് വരാം. ഇത് നല്ലപോലെ നിരങ്ങുന്ന കൂട്ടൊരു മണ്ണാണ്. ഗ്രിപ്പെന്ന് പറയുന്ന സാധനമില്ല. ഓ അതിലേ പോകാമായിരുന്നു. കുഴപ്പമില്ല. ഈ വഴി കുറേ ഉണ്ടല്ലോ. ഈ വഴി ഇത് അങ്ങ് കിടപ്പുണ്ട് കേട്ടോ.
നമ്മളിത് ഇപ്പോൾ അവിടെ നിന്നാണ് വന്നത്. ഈ ഒരു വഴിയും കൂടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഈ വഴി കുറേ ഉണ്ടല്ലോ. ഇത് എവിടെ ചെല്ലുമെന്നൊരു ഐഡിയ ഇല്ല. ഓ ഓ ഓ, ഇത് ഭയങ്കര ഒരു ടാസ്ക് ഇതായിപ്പോയി. വഴി അങ്ങനെ അങ്ങ് കിടക്കുവാണ്. എൻ്റെ മോനെ സീൻ. ഇവിടെ ഇച്ചിരി തെന്നുന്ന കൂട്ടൊരു മണ്ണാണ്. സംഭവം എന്തായാലും കൊള്ളാം കേട്ടോ. അയ്യോ പെട്ടില്ല. വഴി ചുമ്മാ വിഷയം വഴിയാണ്. എൻ്റെ മോനെ ഓ, ഇവിടെ ഇച്ചിരി ടാസ്ക് ആണല്ലോ. കുഴപ്പമില്ല. ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് സീനായിട്ടാണ് കിടക്കുന്നത്. അയ്യോ, നേരെ ഇറങ്ങി പോണോ ഇതിലേ പോണോ? ഇതിലേ പോവാല്ലേ? അല്ലേ വേണ്ട, നേരെ തന്നെ പോവാം. അവൻ പുറകിന് ഇറങ്ങി വരുന്നുണ്ട്, സീനൊന്നുമില്ല. ഇവിടുന്ന് ഇനി എങ്ങോട്ടാണെന്നറിയില്ലല്ലോ. ഇങ്ങോട്ടായിരിക്കും. അവനെന്തേ വന്നിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാം കേട്ടോ. ഫൈനലി നമ്മളത് ആ ഒരു ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത് ഇവിടെ വന്നിട്ടുണ്ട്. ഇതേത് റോഡാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഈ ഒരു ഏരിയയിലേക്കൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. സെറ്റ് നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ അകത്തോട് ഓടിക്കാനായിട്ട്. നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു വ്ളോഗ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അടുത്ത് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടമലയാണ്. അത് നമുക്ക് അടുത്ത ഒരു വ്ളോഗായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു റോഡ് നേരെ കോട്ടമലയ്ക്ക് പോകുന്നതാണ്. ഈ ഒരു റോഡ് 5 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ കോട്ടമലയ്ക്ക്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇതിലേ ഞാൻ പണ്ടൊരു തവണ പോയിട്ടുണ്ട്. ഇതിലേ പോയിട്ടൊരു പഴയ ഒരു എന്താ പറയുന്ന ഒരു ടീ ഫാക്ടറി ഒക്കെ ഉണ്ട്. ആ ഒരു റൂട്ട് തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല. നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ, ടാറ്റാ.